നോ എക്സ്പ്രഷൻ ചലഞ്ച്. അപ്പൊ നമ്മുടെ മുന്നിലായിട്ട് ഇത് നാരങ്ങ ഉണ്ട്, പിന്നെ ഇതെന്താ പുളി, ഇരുമ്പം പുളിയാണുള്ളത്. അപ്പൊ നമുക്ക് ഇത് എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണം, അതാണ് നമ്മുടെ ടാസ്ക്. പിന്നെ നമുക്ക് ഇതിനകത്ത് എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കുന്ന വിന്നറിന് കിട്ടുന്നത് ഈ സംഭവങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കളി തുടങ്ങാം. ഓക്കെ, ഇതാണ് ആദ്യത്തിന്റെ. മൊത്തത്തിൽ ആയിട്ടുണ്ടല്ലോ, കുറച്ചായിട്ട് കടിച്ചാൽ മതി. ഓക്കെ, മുഖത്ത് നമ്മൾ തമ്മി നോക്കണം, കാരണം എന്താന്ന് വെച്ചാൽ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയണം. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്റെ മുഖത്തോട് നോക്കൂ. ഗൈസ്, നമ്മൾ മറ്റേ എന്താണെന്ന് പുളി ഇരുമ്പ് പുളി കഴിച്ചപ്പോഴേക്കും ആർക്കും ഒരു പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഇതിനകത്ത് എന്തായാലും ആർക്കെങ്കിലും അത് എക്സ്പ്രഷൻ വരാനാണ് ചാൻസ്. 1 2 3 സ്റ്റാർട്ട്. കഴിയും. നോ എക്സ്പ്രഷൻ. ഐ ആം ദ വിന്നർ. ഞാൻ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. എനിക്കാണ് കേട്ടോ വലിയ നാരങ്ങ. അമ്മ കഴിച്ചത് എവിടെ? അത് കഴിച്ചല്ലേ. ഇത് ശരിക്കും അമ്മക്ക് കുറച്ചുകൂടി ചെറുതായിരുന്നു, ഞാൻ വലുതായിട്ടുള്ളൂ. എനിക്കാണിത് 3 ഐറ്റംസ്. അതായത് കുറുക്കുറയുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, ബൗൺസ് ബിസ്ക്കറ്റ് ഉണ്ട്, കപ്പ ചിപ്സ്. കൊറേ പ്രാവശ്യം പറഞ്ഞു, മതി. ബൈ ബൈ. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഗെയിം എന്ന് വെച്ചാൽ എസ്തോർണ ചലഞ്ച് ആണ്, അതുമായിട്ട് വരാം. ബൈ ബൈ.